ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടാളും സന്തോഷത്തോടെ മടങ്ങിയല്ലേ? അത് ചോദിക്കാനുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ രാധിക കെയർ ചെയ്യുന്ന രീതിയാ. അവന്റെ ഓരോ വാക്കിലും ഒരു കരുതലുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചു. മാഡം, വരുൺ പറയുന്നത് ഞങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വാഹനങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് ഉണ്ടെന്നാ. പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചേ പറ്റൂന്ന് മാഡം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് വേറൊരു രീതിയിലാണ് തരേണ്ടത്. ഇവിടെ അടുത്തേ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവർക്ക് ഒരു ആംബുലൻസ് വേണം. ഞങ്ങൾക്ക് കാറ് വാങ്ങി തരാമെന്ന് പറയുന്ന അതേ തുക കൊണ്ട് മാഡം അവർക്ക് ഒരു ആംബുലൻസ് വാങ്ങി കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഇതിനേക്കാളും നല്ലൊരു കാര്യം വരുണിന് ചെയ്യാനില്ല. തീർച്ചയായിട്ടും ഇതൊരു ഗംഭീരമായ തീരുമാനം അല്ലേ ഫിദ? നന്നായി മക്കളെ. നിങ്ങൾ ആഡംബരങ്ങളിൽ ജീവിക്കുമ്പോഴും പാവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. നാളെ തന്നെ ആംബുലൻസിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഏർപ്പാടാക്കാം. എന്റെ മക്കൾക്ക് വേണ്ടി നന്മയുള്ളൊരു കാര്യം ചെയ്തു എന്ന് എനിക്കും ആശ്വസിക്കാലോ. താങ്ക് യു മാഡം. ഞാനേ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റാവുന്നവരൊക്കെ സഹായിക്കണമെന്ന്. നമ്മളെ കൊണ്ട് ആകാവുന്നതൊക്കെ ചെയ്യണം. പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനാ ഇതിനൊക്കെ ശരിക്കും മുൻകൈ എടുക്കേണ്ടത്. ഇതുപോലൊരു അനാഥയായ ഞാൻ ഇത്രയും സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നില്ലേ? വേണ്ട, അനാഥ എന്ന വാക്ക് ഇനി പറയല്ലേ. ഞാൻ സമ്മതിക്കില്ല. ഞാനത് ഇയാളോട് പറഞ്ഞിട്ടുണ്ട് മാഡം. പക്ഷെ എന്താ കാര്യം, എത്ര പറഞ്ഞാലും ആ വണ്ടി അവിടെ നിന്ന് നീങ്ങത്തില്ല. എടുത്തി പായസം വിളമ്പി കൊടുക്ക. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാഡം. വരും, സമയം കിട്ടുമ്പോ ഇതുപോലെയൊക്കെ വരണം. ഓ, സമയം കിട്ടുമ്പോഴല്ല, സമയം ഉണ്ടാക്കി തന്നെ ഞങ്ങൾ വരും. കാരണം ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം ഇയാളെ എങ്ങനെ സന്തോഷിപ്പിക്കാന്നുള്ളതാ. ഫിദ മേഡത്തിന്റെ അടുത്ത് വരിക, സമയം ചെലവഴിക്കുക, അതാണ് ഇയാളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതെനിക്കറിയാം. അപ്പൊ പിന്നെ ഞാനത് ചെയ്യുമല്ലോ. രാധിക, മോള് ഭാഗ്യം ചെയ്ത കുട്ടിയാ. അതുകൊണ്ടല്ലേ വരുണിനെ പോലെ ഇത്രയും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു കുട്ടിയെ മോൾക്ക് കിട്ടിയത്.
അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മാഡം. ഇങ്ങനെയൊന്നും ഒന്നിച്ച് നടക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് ശരിക്കും അറിയില്ല. ആര് പറഞ്ഞു? വരുണിന്റെ മുമ്പിലെ തടസ്സങ്ങൾ പറയുമ്പോഴും അവളിരുന്ന് കരഞ്ഞിരുന്നത് മ്യൂസിക് സ്കൂളിന്റെ തൂണിൽ ചാരിയ. ഞാൻ ചെന്ന് ചേർത്ത് പിടിക്കുമ്പോ എന്റെ നെഞ്ചിൽ കിടക്കും. നിങ്ങളുടെ പരസ്പര സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല വരുൺ. അത് ദൈവം തന്നെ കൂട്ടിച്ചേർത്തു. എന്നാ ഞങ്ങൾ പോട്ടെ അമ്മ. പോയിട്ട് വാ മോളെ. ശരി മോളെ. ഇറങ്ങട്ടെ. ശരി. പോയിട്ടോ. ശരി. സാറിനെ പോലെ നന്മയുള്ളൊരു മകനെയാ നമ്മുടെ മോള് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ തീരുമാനങ്ങളും അവൻ നമ്മളെ മോളെ സ്നേഹിക്കുന്ന രീതിയൊക്കെ നമുക്ക് രണ്ടുപേർക്ക് സന്തോഷിക്കാനുള്ളതാ. എടുത്തേ, രണ്ടാളും സന്തോഷത്തോടെ മടങ്ങിയല്ലേ? അത് ചോദിക്കാനുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ രാധിക കെയർ ചെയ്യുന്ന രീതിയാ. അവന്റെ ഓരോ വാക്കിലും ഒരു കരുതലുണ്ട്. ഞാനും അത് ശ്രദ്ധിച്ചു. മോളെ കുറിച്ച് എനിക്കിപ്പോ ഇനി ടെൻഷനൊന്നുമില്ല. അവൾക്ക് കാവലായിട്ട് കരുത്തുള്ള ആളൊരുത്തനുണ്ടല്ലോ.